മൂന്നാം തവണയും നമ്മുടെ NDA മുന്നണിയാണ് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത്. ഈ നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ നമ്മുടെ ഈഴവ പ്രാതിനിധ്യം വളരെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈഴവ പ്രാതിനിധ്യം ഇല്ലാത്തതിൻ്റെ ആ ഒരു പരിഭവം NDA മുന്നണിയെ നമ്മുടെ BDJS അറിയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ BDJS നിന്ന് ആരെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി സാധ്യതയുള്ളവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്രമന്ത്രി ആകുമോ? ഈ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ ഒരു അവലോകനം നടത്തിയാൽ ഒരു സീറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിക്കുകയും നിരവധിയായ സീറ്റുകളിൽ അത്ഭുതകരമായ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വോട്ടിൻ്റെ പാറ്റേൺ പരിശോധിച്ചാൽ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നും ഏതൊക്കെ മേഖലകളിൽ നിന്നും വോട്ട് ലഭിച്ചു എന്നുള്ളത് കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ സെൻട്രൽ ലീഡർഷിപ്പ് ഈ കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യും. അങ്ങനെയുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകൾക്ക് അതിൻ്റേതായ പരിഗണന നാളുകളിൽ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് BDSനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ സൂചിപ്പിച്ചല്ലോ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവരുടെ കേന്ദ്രമന്ത്രിസഭ പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രവേശനം സംബന്ധിച്ചിടത്തോളം അദ്ദേഹം MP അല്ല, കേന്ദ്രമന്ത്രിസഭയിലെ അംഗമെന്നുള്ള നിലയിൽ മാത്രമല്ല ഏത് പദം അലങ്കരിക്കാനും അനുയോജ്യനാണ്, മികച്ച സംഘാടകനാണ്. ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുന്നേറ്റം നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ 2016 മുതൽ അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന തലത്തിൽ കൺവീനർ എന്നുള്ള നിലയിൽ നേതൃത്വം നൽകുന്നു. അതിസമർത്ഥമായി ഈ മുന്നണിയെ നയിക്കുവാൻ, അതിൻ്റെ ചെയർമാനോടൊപ്പം നിന്ന് നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയും സ്വഭാവം അനുസരിച്ച് ഇന്ന സ്ഥാനങ്ങൾ വേണം എന്ന് ആരോടും റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനില്ല. പക്ഷേ ഏത് പദവി ലഭിച്ചാലും അത് കൃത്യമായി ഭംഗിയായി നിറവേറ്റപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുവാൻ തുഷാർ വെള്ളാപ്പള്ളി എന്തിനും അർഹനാണ് എന്ന് തന്നെയല്ലേ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്? ഞാൻ സൂചിപ്പിച്ചല്ലോ, അദ്ദേഹം ഏത് പദവിയിലേക്ക് വരാനും അർഹനാണ്. കേന്ദ്രമന്ത്രിസഭയിൽ വരുന്നതിനും മറ്റേത് പദവിയിലേക്ക് വരുന്നതിനും അദ്ദേഹം അർഹനാണ്. അപ്പോൾ മന്ത്രിസഭയിലേക്ക് വരാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, 2019 അദ്ദേഹത്തിന് MP എന്നുള്ള രാജ്യസഭാ MP എന്നുള്ള നിലയിൽ ഓഫർ വന്നപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം 2024 ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വലിയ ഒരു മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞു. ആ മുന്നേറ്റത്തിന് BDSൻ്റെ സംഭാവന വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഓഫർ വന്നാൽ തീർച്ചയായും അദ്ദേഹം സ്വീകരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്വീകരിക്കണം എന്നാണ് പാർട്ടിയുടെ വ്യക്തമായ അഭിപ്രായം.